നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭഗവാനെ, ഒരു ശക്തിക്കും ഞങ്ങളെ വേർപിരിക്കാനുള്ള അവസരം കൊടുക്കരുതേ. എനിക്ക് ഏത് വിധേനയും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അതിന് കല്യാണമെങ്കിൽ കല്യാണം സഹായിക്കണേ ദൈവമേ. എന്തായാലും ശാരദാമ്മ വന്നത് നന്നായി. ആദ്യത്തെ കല്യാണം വിളി ശാരദാമ്മയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. കുടുംബസമേതം എല്ലാവരെയും കൂട്ടി തന്നെ വരണം. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണനെ. വാങ്ങിക്ക് ശാരദാമ്മേ. സദ്യയൊക്കെ പ്രഗത്ഭരായ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. വന്നതുകൊണ്ട് നഷ്ടമായി എന്നൊരു ചിന്ത ഉണ്ടാവില്ല. അത്രയ്ക്ക് കേമന്മാരാ ഞാൻ ഏർപ്പാടാക്കിയ ദേഹണ്ടക്കാര്. നാല് കൂട്ടം പായസവും പറഞ്ഞിട്ടുണ്ട്. എത്ര കഴിവുള്ള ആൾക്കാര് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഉണ്ടാക്കുന്ന ആളുടെ മനസ്സുപോലെ ഇരിക്കും സത്യാമ്മേ കഴിക്കുന്നവന് കിട്ടുന്ന രുചി. കടയിൽ ആര് ഭക്ഷണം ഉണ്ടാക്കിയാലും ശാരദയുടെ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണത്തിന്റെ രുചിയെപ്പറ്റി ആളുകൾ പറയുന്നതും കഴിക്കുന്നതും ഒക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാ. ആ പറഞ്ഞത് ന്യായം. നമ്മളിതിനുണ്ടാക്കിയെടുക്കുന്ന പേരാ നമുക്ക് കിട്ടുന്ന ആദരവേ. നമ്മൾ മോശം രീതിയിലാണ് പെരുമാറുന്നെങ്കിൽ ആൾക്കാർ തിരിഞ്ഞ് നോക്കില്ല. അതിപ്പോ എത്ര നല്ല പാചകക്കാരെ കടയിൽ വെച്ചു എന്ന് പറഞ്ഞാലും ആള് കയറില്ല. അത് വീട്ടിലായാലും. ഭാമയ്ക്ക് പറഞ്ഞത് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഓ രാഘവേട്ടാ, ഞാനും കഴിക്കുന്നത് ചോറ് തന്നെയാ. അതെല്ലാവരും മനസ്സിലാക്കിയാ കൊള്ളാം. ഊണിവിടെ കൂറവിടെ. എത്ര കാലം പോകുന്നു നമുക്കൊന്ന് നോക്കാം. മോളിങ്ങ് വാ. ഇത് നിങ്ങളുടെ കല്യാണത്തിനുള്ള ഇൻവിറ്റേഷൻ ലെറ്ററാ. അതെ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ വിവാഹത്തിന് ആശംസകൾ തരാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത. രണ്ട് കുടുംബങ്ങളുടെ ഒത്തുചേരൽ കൂടിയാ ഇത്. അതുകൊണ്ട് ഈ ലെറ്ററുകൾ പൂജാമുറിയിൽ കൊണ്ടുവച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. ഒരു ശക്തിയും ഇനി നിങ്ങളെ വേർപെടുത്തരുതെന്ന്. യാതൊരുവിധ ദുഷ്ടശക്തികളും ഇത് മുടക്കാനായി ഇറങ്ങിത്തിരിക്കരുതെന്ന്. കഷ്ടം. ആരെ കാണിക്കാനാ ഭാമ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ? എന്നെയോ അതോ ഇവരെയോ? എല്ലാവരെയും ചേർത്താ നാം കൂട്ടിക്കോ? പിടിക്കുമോളെ, മോള് പറഞ്ഞതുപോലെ ചെയ്യും. എന്താ മോളെ ഇത്? എന്തിനെന്തൊക്കെ? ചെൽ.
മോള് ചെല്ല്. ഭാമേ, പ്രാർത്ഥിക്കുമ്പോ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാൻ പറ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കല്ലേന്നേ. അയ്യോ രാഘവേട്ട, ചങ്ങലൊക്കെയാണ് ഭ്രാന്ത് പിടിക്കുന്നതെങ്കിൽ യാതൊരു നിവൃത്തി ഉണ്ടാവില്ലല്ലോ. ആ ശാരദാമ്മേ, ശരിയല്ലേ? ഭഗവാനെ, ഒരു ശക്തിക്കും ഞങ്ങളെ വേർപിരിക്കാനുള്ള അവസരം കൊടുക്കരുതേ. എനിക്ക് ഏത് വിധേനയും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അതിന് കല്യാണമെങ്കിൽ കല്യാണം, സഹായിക്കണേ ദൈവമേ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട ഭഗവാനെ ഞാൻ ഈ കല്യാണം വരെ എത്തിച്ചത്. ഇനി എന്നെ നിരാശപ്പെടുത്തരുത്. ഈ കല്യാണത്തോടെ ഈ വീടിന്റെ മരുമകളായി എനിക്ക് മാറണം. സത്യഭാമ ഭരിക്കുന്നത് പോലെ ഈ നാട് എനിക്ക് ഭരിക്കണം. ഹലോ മധുശ്രീ. ഇനി ശ്യാമയുടെ കാര്യമാണെങ്കിൽ രോഹിത്. സത്യമേ, സത്യമേ ഓടി വരണേ, തീ പിടിച്ചോ. അയ്യോ സത്യമേ, സത്യമേ ലെറ്ററിൽ തീ പിടിച്ചോ, ഓടി വരണേ. വിഷ്ണുട്ടാ, സത്യമേ ഓടി വരണേ, സത്യമേ ഓടി വായോ, സത്യമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.